നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാന്യൻ, പെരുമ്പാവൂർ മുനിസിപ്പൽ ചെയർമാനായിരുന്ന സലാം കഴിഞ്ഞ ദിവസം മരിച്ചു. ഇന്ന് രാവിലെ ജുമാക്ക് മുൻപായിട്ട് മറവി. ആ മയ്യത്തിന് അള്ളാഹു അങ്ങയുടെ അനുഗ്രഹം ചൊരിയെന്ന് ദുആ ചെയ്തുകൊണ്ട് തുടങ്ങാം. ഇന്നലെ നമ്മൾ പറഞ്ഞ് മെട്രോ റെയിലിനെ കുറിച്ച്. ഇന്ന് മുഖ്യമന്ത്രി അറിഞ്ഞിട്ടില്ല. കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി, സർവശക്തനായ മുഖ്യമന്ത്രി സി എമ്മിനെ പോലും അറിയിക്കാതെ ഒരു കീഴ് ഉദ്യോഗസ്ഥന് ഇങ്ങനെ അടിസ്ഥാനപരമായ കാര്യങ്ങളുടെ തീരുമാനമെടുക്കാൻ ആര് പവർ നൽകി? ഇവിടെ കരുണാകരൻ്റെ കാലത്താണ്. ഇനി ടി എസ് മുസ്തഫ മുഖ്യമന്ത്രി ആയിട്ടില്ല, മുസ്തഫയുടെ കാലത്താണ് ഇതുപോലെ തീരുമാനിച്ച ആ ഉദ്യോഗസ്ഥൻ ഭൂമുഖത്തുണ്ടാവില്ല, ഇല്ലെങ്കിൽ ആ സ്ഥാനത്തിരിക്കില്ല. ബഹർക്ക് ആര് കൊടുത്ത് ഈ പവർ? മുഖ്യമന്ത്രിയെ പോലും കവർ ചെയ്ത് തീരുമാനമെടുക്കാനുള്ള അല്ലെങ്കിൽ അഭിപ്രായം പറയാനുള്ള പത്രസമ്മേളനത്തിൽ വിവരം ഫ്ലാഷിലും തെറ്റാണല്ലോ. തീരുമാനം എടുത്തില്ലേ പോട്ടെ, തീരുമാനം പറയുന്നതിന് തെറ്റല്ലേ മുഖ്യമന്ത്രി അറിയിക്കാതെ? നിങ്ങൾ മുഖ്യമന്ത്രി ചിലപ്പോൾ മുഖ്യമന്ത്രിയോട് പല രീതിയിലും അഭിപ്രായ വ്യത്യാസം അറിയിക്കാം. പക്ഷെ സി എം എന്ന ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള, അദ്ദേഹം ഇന്ന് സതീശൻ, നാളെ നിങ്ങളാകാം. അപ്പോഴത്തെ അവകാശം നിൽക്കട്ടെ, അധികാരം വേണ്ടേ, ആ പവർ വേണ്ടേ? ആ പവറിന് ചോദ്യം ചെയ്ത ബെഹ്റയൊക്കെ നമ്മൾ ചോദ്യം ചെയ്യാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. മറ്റൊന്ന്, ഇന്ന് ഞാൻ വെള്ളിയാഴ്ച ദിവസമല്ലേ, രാവിലെ വെള്ളിയാഴ്ച പള്ളിയിൽ പോയി. ഞാൻ വേറൊരു പള്ളിയിലാണ് പോയത്. അപ്പോൾ പള്ളിയിൽ പോയി ഞാനിങ്ങനെ നേരത്തെ 12:15 ഇപ്പോൾ കസേരയിലിരിക്കുന്നുണ്ട്, ബാക്ക് സീറ്റിൽ കസേരയിൽ ഇങ്ങനെ ഫ്രണ്ട് റോയിൽ ഇരിക്കുകയാണ്. അവിടെ നമുക്ക് സ്വസ്ഥമായിട്ട് അള്ളാഹുവിന് മനോമൂലത്തിൽ കണ്ടുകൊണ്ട് നമുക്ക് ദുആ ചെയ്യാലോ, ആരും അറിയാതെ മനസ്സിൽ ദുആ ചെയ്യാലോ. ഓക്കെ, അങ്ങനെ വെക്കുമ്പോൾ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണായിട്ടില്ല. അപ്പോൾ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി, ആ ഭാഗത്ത് നിന്ന് 2 സ്ത്രീകൾ നടന്ന്, ഒരു സ്ത്രീ കയ്യെ പിടിച്ച് ഇങ്ങനെ പള്ളിയുടെ ആ മെയിൻ റൂമിൽ ഹാളിൽ കൂടി വന്ന് പുറത്തേക്ക് കിടന്ന്, അതിൻ്റെ അപ്പുറത്താകുന്ന എനിക്ക് ബാത്റൂം, പിന്നെ സ്ത്രീകളുടെ വാർഡ് കാണും. അവിടെ പോയി. അതില്ല അത്ഭുതം. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇതൊരു സുന്നി പള്ളിയാണ്. ഇതിപ്പോൾ സുന്നി പള്ളിയിലാണെങ്കിൽ നടക്കാനുള്ള ഒരു സാധ്യതയില്ല. ഈ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു 2050 കേരളത്തിൽ പോലും സ്ത്രീ പുരുഷ വിവേചനം പള്ളികളിൽ പോലും ഉണ്ടാകാൻ സാധ്യതയില്ല. അത് ഉണ്ടായാൽ തന്നെ ചിലപ്പോൾ കൂടി ഒരു കർട്ടൻ കാണും. ഹാളിൻ്റെ ഒരു കർട്ടൻ, ഒരു ഭാഗത്ത് സ്ത്രീകളും മറുഭാഗത്ത് ആണുങ്ങളുമായിട്ട് അങ്ങനെ മാറും. ചരിത്രം സംഭവം മാറിക്കൊണ്ടിരിക്കുകയുള്ളൂ. ഉദാഹരണം പറഞ്ഞാൽ, പണ്ട് മുസ്ലിം പള്ളികളിലൊക്കെ നിന്ന് മൂത്രം ഒഴിക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു വിരോധാഭാസം, തെറ്റും വലിയ കുറ്റാണ്. ഇന്നിപ്പോൾ നിന്ന് മൂത്രമൊഴിക്കാൻ വേണ്ടി സെപ്പറേറ്റ് ക്ലോസറ്റ് കൊടുത്തേക്കാണ്. ഒരു കോഴി അറുക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഒരു കോഴി അറുത്ത് കഴിഞ്ഞാൽ ഒരാൾ പിടിക്കണം, മറ്റാൾ അറക്കണം, ബിസ്മിയിലിടണം, നോക്കണം, അത് കഴിഞ്ഞ് സ്വതന്ത്രമായിട്ട് അത് കിടണം, അത് പിടക്കണം, ആ കത്തി കഴുകി ഉണങ്ങി മറ്റേ അറക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ നമ്മൾ പഠിപ്പിച്ചിരിക്കുന്നു. ഇതിന് 77 ഹജ്ജ് പോയ സമയത്തുണ്ടല്ലോ, 77 1978 അവിടെ ഇങ്ങനെയൊന്നുമില്ല. ഒരാൾ തന്നെ കയ്യെ പിടിച്ച് അറക്കും, അങ്ങനെ പോകും. ഇന്നിപ്പോൾ ഇവിടെയൊക്കെ അങ്ങനെയായില്ലേ, 2 ആൾ കിടക്കണ്ടോ? അപ്പോൾ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വെച്ച് നോക്കുമ്പോൾ ഏതാണ്ട് 2050 ആകുമ്പോഴേക്കും കേരളത്തിലെ പള്ളികളിൽ, മുസ്ലിം പള്ളികളിൽ പോലും ക്രിസ്ത്യൻ ചർച്ചിലേക്ക് 2 ലൈനിലാണ്, മാറിയൊന്നുമില്ല. ഞാനൊരിക്കൽ എൻ്റെ സുഹൃത്ത്, ഞാൻ രാഷ്ട്രീയ ജനതാദളിൻ്റെ സംസ്ഥാന പ്രസിഡന്റായിരിക്കുമ്പോൾ കാപ്പൻ ഒരാൾ വൈസ് പ്രസിഡൻ്റായിരുന്നു, പോൾ മാൾക്കോൻ. അദ്ദേഹം മരിച്ചുപോയി. അപ്പോൾ മറുപടിക്ക് തോപ്പുമണിക്ക് പള്ളിയില്ല. അവിടെ ഞാൻ പുറത്തുനിന്ന് കണ്ടപ്പോൾ സ്ത്രീകൾക്ക് വന്ന് ഒരു ഗേറ്റ് കൂടി കടന്നിട്ട് ഒരു സൈഡിൽ നിൽക്കും, മറ്റു സൈഡിൽ പുരുഷന്മാർ അങ്ങനെ നിൽക്കുകയാണ്. ഇതൊക്കെ മുസ്ലിം പള്ളികളിൽ വരും, കാലാന്തരത്തിൽ ഇതൊക്കെ വരും. അതുകൊണ്ട് ഞാൻ പറയും, ഇപ്പോൾ 2 സ്ത്രീകൾ ഇങ്ങനെ പോയപ്പോഴേ ആരും അത്ഭുതം വിചാരിക്കണം, അതൊക്കെ നടന്നിരിക്കും. മറ്റൊന്ന്, ഈ ബീഹാറിലെ ഭക്ഷണത്തിൽ മുടക്കം ഉപ്പിന് പകരം എന്താണ്, ഡിറ്റർജൻറ്റ് പൗഡർ ഇട്ട് കുറേ പേര് ആശുപത്രിയിലാണ്. എന്തായി പറയാം? ഉപ്പിന് പകരം ഭക്ഷണത്തിൽ ഡിറ്റർജൻറ്റ് പൗഡർ ഇട്ട് കലക്കി ആഴ്ചയില്ല എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഉത്തരവാദിത്തമുള്ള ഗവൺമെൻറ് ഇന്ത്യയിലുണ്ടോ, ബീഹാറിലുണ്ടോ? ഇപ്പോൾ കേരളത്തിൽ പോലും ഉണ്ടോ? കേരളത്തിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെൻറ്
കഴിവുള്ളൊരു മുഖ്യമന്ത്രി ആണെങ്കിൽ ഈ ബെഹ്റയൊക്കെ ഇങ്ങനെ തീരുമാനമെടുക്കുമോ? ഇത് മുഖ്യമന്ത്രി പോലും അറിയാതെയാണ് അതായത് PK കുഞ്ഞാലിക്കുട്ടിയുടെ വകുപ്പിൽ സ്ഥാനമാണ് നിശ്ചയിച്ച് ചീഫ് സെക്രട്ടറിയാണ്. ചോദിച്ചു മുഖ്യമന്ത്രി ഞാൻ അറിഞ്ഞില്ല. എന്തിനാടോ മുഖ്യമന്ത്രി നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കഴിവില്ലാതെ കാണിക്കുന്നത്? നിങ്ങൾ ശക്തനാണെങ്കിൽ ഞാൻ വീണ്ടും പറയട്ടെ, കരുണാകരനോ അറ്റ്ലീസ്റ്റ് മുസ്തഫ മുഖ്യമന്ത്രിയല്ല മന്ത്രിയായിരുന്നു, അവരുടെ വകുപ്പിൽ ഏതെങ്കിലും ഉദ്യോഗത്തിൽ ഇതുപോലെ കാണിച്ചാൽ അവർ ഭൂമുഖത്ത് ജീവിച്ചിരിക്കുമോ? എന്നാൽ തന്നെയും ആ സ്ഥാനത്തിരിക്കുമോ? അപ്പോൾ കഴിവൊരു ഘടകം തന്നെയാണ്. അപ്പം അതാണ് അങ്ങനെ കാലത്തിൻ്റെ കടുപ്പ്. നമ്മളൊരു പ്രധാന സംഭവം പറയുന്നത് ഈ പുലികളി ഉണ്ടല്ലോ, പുലികളി. ഇപ്പോൾ തിരുവോണ നാളാണ്. ഞങ്ങളന്ന് പണ്ട് ഞങ്ങൾ പത്രം ഉണ്ടായിരുന്നു, ഈ ഷാർട്ട് ടൈംസ്, അതിൽ നമ്മൾ പ്രത്യേകം ലേഖനമൊക്കെ ഇട്ടാണ്. മഹാബലി എന്ന് പറയുന്ന തിരുമേനി അത് സുന്ദരനും പിന്നെ ആയോധന കല നല്ല അഭ്യാസിയൊക്കെ ആയിരുന്നു. ആ മഹാബലിയെ ഒരു കൊടവയറിനെ ചിത്രീകരിച്ച് അവഹേളിക്കാൻ സൃഷ്ടിമായത് കുറേ നാൾ. ഞങ്ങളൊരു ശക്തം എതിർത്തുകൊണ്ട് ഇനി അങ്ങനെ അവഹേളന പാത്രമായിട്ട് കാണിച്ചാൽ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് പറയും. അത് കുറച്ച് മാറ്റം വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നത്. അതാണ് നമ്മുടെ തിരുമേനിയുടെ അല്ലെങ്കിൽ മഹാബലിയുടെ രൂപം. നല്ല സുന്ദരനാണ്, ഫിറ്റഡ് ബോഡിയാണ്, അതാണ് ചരിത്രം പറയുന്നത്. അത് അങ്ങനെ തന്നെ ആയിരിക്കണം. അത് കൂടാതെ ഈ പുലികളി എന്ന് പറഞ്ഞിട്ട് ഈ വയറ് കാണിച്ചെടുത്തതിനെ കുറിച്ച് നമ്മുടെ ശ്രീരാമൻ സിനിമാ നടൻ അദ്ദേഹം അതിൽ അല്പം അപാകത ചൂണ്ടിക്കാട്ടി. അതിനെതിരെ ഒരുപറ്റം ആൾക്കാർ അദ്ദേഹം ജിഹാദിക്ക് കൂട് പിടിക്കുകയാണ്, ഹിന്ദു വിരോധിയാണെന്നൊക്കെ പറയുന്നു. എന്താ കാര്യം? അദ്ദേഹം സത്യം പറഞ്ഞ് എന്താണ് ഈ വയറ് കാണിച്ച് വൃത്തികേടല്ലേ? വയറ് കാണിച്ച് പുലി കളിച്ചോടെ ഈ വയറ് കാണിക്കുന്നുണ്ടോ? അതെന്താ സത്യം? വയറില്ലാതെ നല്ല ഫിറ്റഡായ ശരീരത്തിൽ പുലി രൂപം വരിച്ച് കളിക്കാൻ പാടില്ലേ? ഇതൊക്കെ ഒരു രീതിയിൽ മറ്റു രീതിയിൽ അവഹേളനമാണ്. അത് ഹിന്ദു സമുദായത്തിലുള്ള വഞ്ചനയാണ്. അതാണ്, അതിനൊന്നും ഹിന്ദു സമുദായം സമ്മതിക്കാൻ പാടില്ല. മഹാബലിയുടെ രൂപം ഒരിക്കലും ഈ കൊടവേറ് കാണിക്കരുത്. അവർ പുലികളിയിൽ കൊടവേറ് കളിക്കണം, പുലി കളിച്ചോ, അതാണ് അദ്ദേഹം പറഞ്ഞത്. അത് ചില സംഘി പരിവാറും അല്ലെങ്കിൽ ചില കുസിങ്ങളൊക്കെ പിന്നെ അദ്ദേഹത്തെ കുറ്റം പറയണം. അത് അവരുടെ വർഗം കൂടെ അതില്ല. നമുക്ക് ഒരു കാര്യം പ്രത്യേകം പറയുന്നത്, ഈ അടുത്ത കാലത്ത് മത്സ്യപിടുത്തം നിയന്ത്രിച്ച സമയത്ത് പഴയ മത്സ്യങ്ങളൊക്കെ അമ്മോണിയ കിട്ടി വരാറുണ്ടായിരുന്നു. ഇപ്പോഴും ചില സ്ഥലത്തൊക്കെ പ്രത്യേക എറണാകുളം ജില്ലയിൽ ചില വാഹനങ്ങളിലൊക്കെ അത് കാണുന്നുണ്ട്. നാളെ എൻ്റെ സുഹൃത്ത് വാങ്ങി ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേന്ന് എടുത്തപ്പോൾ അത് അലന്നു പോയതും അല്ലെങ്കിൽ ഇങ്ങനെ അഴുകിപ്പോയതൊക്കെ പറഞ്ഞ് പരാതിയുണ്ട്. അതൊക്കെ ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. ഇനി നമ്മളിപ്പോൾ അതൊരു പ്രധാന പോയിന്റാണ്. ക്രിസ്തീയ സമുദായം എന്നോട് ക്ഷമിക്കണം, എനിക്കത് പറയാതിരിക്കാൻ വയ്യ. മറ്റൊന്നുമല്ല, ആഗോള കത്തോലിക്ക സഭ, ഭാരതീയ കത്തോലിക്ക സഭ, അല്ലെങ്കിൽ ഇന്ത്യൻ കത്തോലിക്ക സഭ, കേരള കത്തോലിക്ക സഭ, ഇതൊക്കെ വളരെ ശക്തമായ പ്രസ്ഥാനങ്ങളാണ് ആയിരുന്നു. ആഗോള കത്തോലിക്ക സഭ വിചാരിച്ചാൽ അല്ലെങ്കിൽ അറിയാത്തൊരു ഈച്ചോല അനുകൂല അത്ര ശക്തമായി അമേരിക്കൻ ബ്രിട്ടൻ ചെന്നുള്ളത് പോയിക്കൊണ്ടിരുന്നതാണ്. പക്ഷെ ഇപ്പോൾ ഈ അടുത്ത കാലത്തായി ഈ ആഗോള കത്തോലിക്ക സഭയ്ക്കും ഇന്ത്യൻ കത്തോലിക്ക സഭയ്ക്കും കേരളത്തിലെ കത്തോലിക്ക സഭയ്ക്കും ഒരു ശക്തി ഇല്ലെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോ? മുല്ലപ്പെരിയാർ ഇഷ്യൂ. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രകൃതി ദുരന്തമുള്ള സ്ഥലം മുല്ലപ്പെരിയാർ എന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് നിങ്ങൾക്കറിയാം, വർഷങ്ങൾക്ക് മുമ്പ് അതും കണ്ടറിയും. ഈ മുല്ലപ്പെരിയാറിൽ എന്തെങ്കിലും സംഭവിച്ചാൽ പലരും പറയുന്നു മധ്യ കേരളം മുഴുവൻ പോകും, 19 ലക്ഷം പേര് മരിക്കുന്നൊക്കെയാണ്. അതിലേറെ 80% ക്രിസ്ത്യ സമുദായത്തിൻ്റെ അടിത്തറയാണ് പോകുന്നത്. വാസ്തവത്തിൽ അതിൻ്റെ അപകടം അതൊന്നുമല്ല. ഒരു ചൈനീസ് ശാസ്ത്രജ്ഞൻ്റെ കണക്ക് പ്രകാരമാണെങ്കിൽ അതിൽ കണക്ക് വളരെ കൂടുതലാണ്. ഒന്നാമത്തേൽ ഇന്ത്യൻ കരഭൂമിയുടെ 3 ഭാഗം കടലാണല്ലോ, ഒരു ഭാഗം ഹിമാലയം. കടൽ സ്വാഭാവികമായിട്ടും കടലും കരയും തമ്മിൽ ഉയരുന്നുണ്ട് നമുക്കറിയാം. അപ്പോൾ ഇത് എന്തെങ്കിലും കാരണവശാൽ ഇത്രയും ശക്തിയിൽ വരുന്ന ഒരു അണക്കെട്ട് അപകടം ഉണ്ടായാൽ ദൈവമേ ഉണ്ടാകാതിരിക്കുന്ന പ്രാർത്ഥിക്കുകയാണ്. അത് അറബിക്കടലിലേക്ക് പോകും, ഭയാനകമായ രീതിയിൽ ആവാഹിച്ചു കൊണ്ടുപോകും. അതങ്ങനെ പോയി കഴിഞ്ഞാൽ അറബിക്കടൽ അറ്റം നിൽക്കില്ല. ഇടക്ക് അത് നിന്ന് കഴിഞ്ഞാൽ തിരിച്ചു വരുന്ന അതിൻ്റെ 10 ശക്തി തിരിച്ചു വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഏതൊരു 50 മീറ്റർ വരെയൊക്കെ ഉയരത്തിൽ പോകാന്നാണ്. സാധാരണ ഇപ്പോൾ ഭൂകമ്പുണ്ടായ 5 മീറ്റർ അല്ലെങ്കിൽ 15 അടി 20 അടിയൊക്കെയാണ്.
ഇത് 50 മീറ്റർ വരെ 150 200 അടിയില്ല, 200 അടി ഉയരത്തിൽ വന്നാൽ ഇവിടെ പോകും. അപ്പോൾ മധ്യ കേരളം മാത്രമല്ല, മറ്റ് പല ഇന്ത്യയുടെ താഴ്ന്ന ഭാഗങ്ങളിലും അപകടത്തിൽ പോകും. ഇതൊന്നും നമ്മുടെ ഭരണകൂടത്തിനോ നമ്മുടെ സർക്കാരുകൾക്കോ രാഷ്ട്രീയ പാർട്ടികൾക്കോ ഇന്നും ചിന്തനീയമല്ല. അപ്പോൾ സ്വന്തം സമുദായത്തിൽപ്പെട്ട നല്ലൊരു ശതമാനം പോകുമെന്നും അതിന് എന്തെങ്കിലും പരിഹാരമുണ്ടോ എന്ന് പഠിക്കാനൊരു കമ്മീഷൻ വഹിക്കാനെങ്കിലും നമ്മുടെ ഈ ആഗോള കത്തോലിക്ക സഭയ്ക്കോ അല്ലെങ്കിൽ ഭാരതീയ കത്തോലിക്ക സഭയ്ക്കോ അറ്റ്ലീസ്റ്റ് കേരള കാത്തോലിക്ക സഭയ്ക്കോ പറ്റുന്നില്ലെന്നുള്ള പറ്റുന്നവർ ചെയ്യില്ലേ? അവരൊക്കെ ഇപ്പോഴും സുഖലോലുപതിൽ നിൽക്കുകയാണ്. എത്ര ഭയാനകമായ പ്രശ്നമാണെന്നറിയത്, എത്ര സങ്കീർണമാണെന്നറിയോ? കാരണം ഒരു അണക്കെട്ട് പണിയണമെങ്കിൽ 10-20 വർഷം പിടിക്കും. പണ്ടത്തെ പോലെ മാപ്പിള ഖലാസികൾ വെച്ചല്ല, അധ്വാനം അവരുടെ പേശിബലം കൊണ്ടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് മാപ്പിള ഖലാസികളാണ്, ചെറിയ ഒത്തുവിലവ് ഉപയോഗിച്ച്. അങ്ങനെയുള്ള യഥാർത്ഥ ശക്തരായ തൊഴിലാളികളില്ല. ഞങ്ങൾ പണ്ടൊക്കെ ഒരു പോലീസായിരുന്നു പറഞ്ഞാൽ അവൻ ആചാരം പോകാനും മല്ലനായിരുന്നു. ഇന്നത്തെ പോലീസിനെ ഈ പിള്ളേരെടുത്തിട്ട് 10ാം ക്ലാസ് കഴിഞ്ഞ് പിള്ളേരെടുത്ത് 21 വയസ്സായിട്ടായതാണ്, വെറും വിരൽ പോലുള്ളതാണ്, കണ്ടറിയാലോ. അതുപോലെ തൊഴിലാളികളല്ല പണിയുന്നത്, അവരുടെ മിഷനറിയാണ്, അവർ നിമിത്തം മാത്രമാണ്. ഇപ്പോൾ ഡോക്ടേഴ്സ് രോഗി പരിശോധിച്ചല്ലോ, ലാബ് പറയും, അത് വെച്ച് മരുന്ന് ചെയ്യും, അത്രേ ഉള്ളൂ. അങ്ങനെ തൊഴിലാളികളില്ല, ആരോഗ്യമുള്ള തൊഴിലാളികളില്ല. പാറയോ മണലോ കരിക്കല്ലോ അങ്ങ് കിട്ടാനില്ല, കമ്പി സിമെൻറ്റ് കിട്ടാൻ പ്രയാസം. ഇതൊക്കെ കിട്ടി പണിയണമെങ്കിൽ എത്ര പേർക്കും ഒരു 15-20 വർഷം പിടിക്കും. മുല്ലപ്പെരിയാർ പോത്തേക്ക് 2 ഘട്ടമായിട്ടാണ്, ഒരിക്കൽ പുറത്ത് പോയി രണ്ടാമത് അത് 19 വർഷം എടുത്തതാണ്. അത്രയും സങ്കീർണമായ ഒരു അവസ്ഥയുണ്ട് കേരളത്തിൽ. ഇവിടെ കത്തോലിക്ക സഭ ശക്തരാണ് എല്ലാ നിലക്കും, ആൾബലം കൊണ്ടും സമ്പത്ത് കൊണ്ടും വിദ്യ കൊണ്ടും എല്ലാം കൊണ്ടും ശക്തരാണ്. എന്നിട്ട് എന്തേ അവരിനെക്കുറിച്ച് ഒരു കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അവിടെ മുല്ലപ്പെരിയാറിൻ്റെ അപ്പുറത്ത് താഴെ എന്തൊരു സമ്മേളനം നടക്കും, അതുകൊണ്ട് കാര്യമുണ്ടോ? അറ്റ്ലീസ്റ്റ് എന്ന് ഏറ്റവും ചുരുങ്ങിയത് ഒരു വിദേശ ടീമിനെ കൊണ്ട് ഇതിനെ പഠനം നടത്തി ഇത് സംഭവിച്ചാൽ എന്താണ് അപകടം പറ്റുന്നതും എന്തിന് പരിഹാരമുണ്ടോ എന്നും താൽക്കാലിക പരിഹാരമുണ്ടൊക്കെ അറ്റ്ലീസ്റ്റ് ഒന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ബാധ്യതകളും സർക്കാരിനില്ലേ, രാഷ്ട്രീയക്കാർക്കില്ലേ? അവരെ കൊണ്ട് ചെയ്യിക്കാനുള്ള ഒരു ശക്തി കത്തോലിക്ക സഭയ്ക്കില്ലേ കേരളത്തിൽ, അല്ലെങ്കിൽ ഭാരത സഭയ്ക്കില്ലേ, ഇത് ആഗോള സഭയ്ക്കില്ലേ? പക്ഷേ അതെല്ലാം അമേരിക്കയുടെയൊക്കെ ദുർനടപടി കൊണ്ടും തെറ്റിദ്ധാരണയും ആ ശക്തിയൊക്കെ പോയി. ഇപ്പോൾ ആഗോള കത്തോലിക്ക സഭ വിചാരിച്ചാൽ, അമേരിക്ക വിചാരിച്ചാലൊന്നും ലോകത്ത് കാര്യമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് മാത്രമല്ല, ട്രംപ് അതിനെ തെളിയിക്കുകയും ചെയ്തു. ശക്തിയില്ലെന്ന് മാത്രമല്ല, ശക്തിയില്ലെന്ന് തെളിയിക്കുകയും ചെയ്തു. ഞാൻ ഒരു കാര്യം പറയാം, പിണങ്ങരുത്. നമ്മുടെ 541 പാർലമെൻറ്റ് സീറ്റിലെ ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് രാഹുൽ ഗാന്ധി പിന്നെ പ്രിയങ്കയൊക്കെ വന്നത് ഈ മുസ്ലിം ലീഗിൻ്റെ കാലിൻ്റെ അടിയിൽ വന്ന് മത്സരം ജയിച്ച് അറമാച്ചത് അവർക്ക് മനസ്സിലായല്ലേ, ഞങ്ങൾക്ക് അവിടെ സീറ്റില്ല എന്ന് രേഖാവൻ തെളിയിക്കല്ലേ. അതിപ്പോഴും കോൺഗ്രസ് മനസ്സിലായിട്ടുണ്ടോ? അതുപോലെ കത്തോലിക്ക സഭയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾക്ക് വാസ്തവ സങ്കടമുണ്ട്. കാരണം മുസ്ലിം സംഘടന പോലെയല്ല, കത്തോലിക്ക സഭയ്ക്കൊക്കെ ഞങ്ങളുടെ ദൃഷ്ടിയിൽ അവർക്ക് എല്ലാം തികഞ്ഞ ശക്തിയുള്ള ഒരു പ്രസ്ഥാനമാണ്. പക്ഷെ അത് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന്, കഴിവില്ലെന്ന് അവർ തെളിയിക്കുകയാണ് രേഖാമൂലം. കാര്യം ഇടപെടുന്നില്ല. ഇടപെടുത്തിട്ടെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ് കൊണ്ടോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് മാറി ഗവൺമെൻറ് ഒന്നുമില്ല. ആദ്യം കോൺഗ്രസ് ഉണ്ട്, ഇപ്പം BJP വന്നു, ഇപ്പോൾ ഇവിടെ കമ്മ്യൂണിസ്റ്റ് വന്നു, പിന്നെ കോൺഗ്രസ് വന്നു, അങ്ങനെ ഒക്കെയാണ്. ഇവരെ കൊണ്ട് ഏതെങ്കിലും ഗവൺമെൻറ് കൊണ്ട് അറ്റ്ലീസ്റ്റ് ഒരു പഠനം നടത്തിയിട്ട് എന്താണ് ഈ ആൾക്കാർ പറയുന്നതിന് വല്ല സത്യമുണ്ടോ? അത് ഇന്ത്യയിൽ അണക്കെട്ട് ഡാമായിട്ട് ബന്ധപ്പെട്ട വലിയ പഠനവുമില്ല, വലിയ എഞ്ചിനീയേഴ്സും ഇല്ല. അതാണ് നമ്മൾ കനേഡിയൻ എഞ്ചിനീയർ കൊണ്ടൊക്കെ ഇടുക്കി തന്നെ പണിത് അപകടം. അത്ര വലിയ ഡാം പണിയാനുള്ള ചെക്ക് ഡാം എന്ന ചെറിയൊരു ഡാമാണ് വേണ്ടത്. അതുകൊണ്ട് പൊട്ടിയാൽ പേടിക്കല്ല. ഇത് എല്ലാം കൂടി ഒറ്റക്ക് വെച്ച് എന്തെങ്കിലും സംഭവിച്ചോ അവിടെ സ്ഥിതി എന്നറിയും. മനസ്സിലാകുന്നുണ്ടോ? ഇടുക്കിയിൽ ചെറുതോണി ഡാമിൻ്റെ ഭിത്തി എന്ന് പറഞ്ഞാൽ ഒരു മൺതിട്ടയാണ്. ഇവിടെ നമ്മൾക്ക് മണ്ണിൻ്റെ ഡാമുണ്ട്, വേറെ മണ്ണിലുണ്ടതാണ്. അത് ബാലസാഗർ, അത് ശക്തമാണിപ്പോഴും വർഷത്തെ. അതുപോലെ വെറും ബണ്ടാണത്. യഥാർത്ഥത്തിൽ ഇടുക്കി ഡാം ഷട്ടറേ ഇല്ല. ഗൗരവം മനസ്സിലാക്കണം. ഷട്ടർ ഉണ്ടെങ്കിലേ എന്ന് നമുക്ക് ഷട്ടറൊക്കെ ഉള്ള എവിടെയാണ്? ചെറുതോണിയിൽ വെച്ചാണ്.
ഇതിങ്ങനെ കെറിവായിട്ട് വെച്ച് കംപ്ലീറ്റ് ലോക്ക് കിട്ടേക്കാണ്. പടച്ചവനെ അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം, ദൈവമേ ഈശ്വര അങ്ങയുടെ അമാനുഷ്യ കഴിവ് കാണുകയാണ്. അപ്പോൾ ഇത്രയും അതിസങ്കീർണമായൊരു വിഷയം നമ്മുടെ കൺമുമ്പിൽ കണ്ടിട്ട് ഈ ശക്തരായ കത്തോലിക്ക സഭയ്ക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് കാണുമ്പോൾ ഞങ്ങൾ ദുഃഖമുണ്ട്, സങ്കടമുണ്ട്. അത് അസൂയോ അല്ലെങ്കിൽ വൈരാഗ്യമോ വർഗീയതയൊന്നുമല്ല. കഴിവുള്ളവർ കഴിവ് കാണിച്ചില്ലെങ്കിൽ അവർ കഴിവേടുന്ന തെളിവല്ലേ? അത് നിങ്ങൾക്ക് അഭിമാനമല്ല. മറ്റെന്തൊക്കെ പറഞ്ഞാലും മുസ്ലിം സംഘങ്ങൾക്ക് ക്ഷീണം പറ്റില്ല, അപ്പുറത്തെ കത്തോലിക്ക സഭയുണ്ട്, അവർ സംരക്ഷിച്ചുള്ളൂ എന്നൊക്കെ ഒരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റില്ല, ഒരു പരിധി വരെയെങ്കിലും. അതൊന്നും ഇപ്പം ഇല്ലാത്ത അവസ്ഥയാണ്. ഞാൻ പറഞ്ഞ ആഗോള കത്തോലിക്ക സഭ അല്ലെങ്കിൽ ഭാരതീയ കത്തോലിക്ക സഭ, കേരള കത്തോലിക്ക സഭ, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് വിചാരിക്കുക. എന്തെങ്കിലും ഇടുക്കി ഡാമൻ അല്ല മുല്ലപ്പെരിയാർ ദേശീയ വേണ്ടി ചെന്ന് ചെയ്യേ, കൂട്ടത്തോടി പോവില്ലേ? ആർക്കും താല്പര്യമില്ലോ. കഴിഞ്ഞ 10 വർഷം പിണറായി സഖാവ് ഇതപ്പോൾ പിണറായി സഖാവും സ്റ്റാലിനും മെയ്ഡ് ഫോർ ഈച്ച് അതർ, ഈച്ച് ആൾ ഫോർ ഈച്ച് എന്നതുപോലെയൊക്കെ അടുപ്പത്തിലായിരുന്നു. എന്നിട്ട് എന്തെങ്കിലും പരിഹാരം കാണാനെ കുറിച്ച് പരിഹാരം കാണണ്ട, പരിഹാരം ഉണ്ടോ എന്നുള്ളൊരു പഠനം നടത്താൻ പാടില്ലായിരുന്നു. നമ്മുടെ കയ്യിൽ മുട്ടയുണ്ട്, ആ മുട്ട വെള്ളത്തിലിട്ട് പൊങ്ങി കിടക്കും, താഴ്ന്ന് കിടക്കുമ്പോൾ വലിയ നടത്താൻ, അത് വലിയ ചിലവൊന്നുമില്ലല്ലോ. അതുപോലും ചെയ്തില്ല. ആ 10 വർഷം അത് കളഞ്ഞ്. ആ 10 വർഷത്തിനുള്ളിൽ എന്തെങ്കിലും ഡാമിന്, മുല്ലപ്പെരിയാർ ഡാമിന് അനുകൂലമായിട്ട് അദ്ദേഹം ചെയ്തതെങ്കിൽ അദ്ദേഹത്തെ മരണശേഷം ജനങ്ങൾ ഓത്തിരിക്കുമായിരുന്നു. ഇതെന്തെങ്കിലും ചെയ്തോ? 2-3 കാര്യം പറഞ്ഞു. ഒന്ന്, ഫോർട്ട് കൊച്ചിയിൽ വൈപ്പിലേക്ക് പാലത്തിന് അടിയിൽ കൂടെ മുകളിൽ കൂടെ, കടലിന് അടിയിൽ കൂടെ മുകളിൽ കൂടെ പാലം പണിയാൻ വേണ്ടി ശ്രമം നടത്തി തറക്കല്ലെടുത്ത് പറഞ്ഞു കഴിഞ്ഞ ഡിസംബറിൽ. ഡിസംബർ കഴിഞ്ഞ് അടുത്ത ഡിസംബർ ആകുമ്പോൾ മന്ത്രിസഭയും പോയി. പിന്നെ ഒന്ന് കെ റെയിലാണ്. എവിടെ എത്തി? കെ റെയിലേക്ക് ആവശ്യമാണ്, അല്ല സംശയമൊന്നുമില്ല. ആ കെ റെയിൽ ആവശ്യമാണ്. എന്താ ചെയ്യുക? ബുദ്ധിയുള്ള രാഷ്ട്രീയ നേതാക്കൾ അറ്റ്ലീസ്റ്റ് അസംബ്ലിയിൽ MLA-മാരുള്ള പാർട്ടിയിലെങ്കിലും എല്ലാ പാർട്ടിയും വിളിച്ച്, പ്രതിപക്ഷം നോക്കാതെ ഭരണപക്ഷം നോക്കാതെ വിളിച്ച് കൂട്ടിയിട്ട് ഇങ്ങനെ ഒരു വിഷയം അവതരിപ്പിക്കണം. മുഖ്യമന്ത്രി എന്താണ് CM പറയേണ്ടത്? ബഹുമാന്യരെ, ഇങ്ങനൊരു പരിപാടിയുണ്ട്, അത് നിങ്ങൾക്ക് ദൃഷ്ടിയിൽ ചിന്തിച്ചിട്ട് വേണോ വേണ്ടയോ, വേണമെങ്കിൽ എങ്ങനെ വേണ്ടെങ്കിൽ എങ്ങനെ എന്ന് പറഞ്ഞ് തീരുമാനം എടുത്തെങ്കിൽ ഇന്നിപ്പോൾ പണി പൂർത്തിയാന് 10 വർഷം കഴിഞ്ഞില്ലേ? അത് കഴിഞ്ഞ് അത് ആ ഗവൺമെൻറ് പോയി. ഇപ്പോൾ അടുത്ത ഗവൺമെൻറ് ഇപ്പോൾ എന്താണ് അതിവേഗ തീവണ്ടിപ്പാകാം. ഇപ്പം അതും പറ്റില്ല. ഇവിടെ ഈ ചർച്ചയിൽ മാത്രമേ ഉള്ളൂ, പക്ഷെ ഒന്നും നടക്കുന്നില്ല. പക്ഷെ മുല്ലപ്പെരിയാറിൻ്റെ വിഷയത്തിൽ ആ ചർച്ചകൾ നടന്നില്ലെന്നുള്ള എന്താ ഞങ്ങളിപ്പോൾ സാധാരണ മണ്ടന്മാരെ ആൾക്കാർ ഇനി എന്താണ് സമാധാനിക്കും? എന്ത് കണ്ടുകൊണ്ട് സമാധാനിക്കും? ആരെ കണ്ടുകൊണ്ട് സമാധാനിക്കും? അല്ല, അമ്മ കണ്ണും തുറക്കാനുള്ള മുലയും കൊടുക്കാമെന്ന് പറഞ്ഞ പോലെ പിന്നെ എന്ത് ചെയ്യും? അല്ലെങ്കിൽ കുഞ്ഞു കണ്ണും തുറക്കാനുള്ള മുലയും കുടിക്കണം പറയും, അങ്ങനെയും പറയുന്നുണ്ട്. അതുപോലെയാണ് ഈ കത്തോലിക്ക സഭ പോലും വേണ്ടത് ഇക്കാര്യത്തിൽ ഇടപെടുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആരാണ് അതിനേക്കാൾ ശക്തമായ ഒരു സംഘടന ഇന്ത്യയിൽ, കേരളത്തിൽ, ലോകത്ത് ഏതാണുള്ളത്? അതായത് ആഗോള കത്തോലിക്ക സഭയെടുത്ത ശക്തിയും ബലവും കഴിവുള്ള ഒരു സംഘടന ലോകത്ത് ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഏറ്റവും കൂടുതൽ ജാതി മെമ്പേഴ്സുള്ള ക്രിസ്ത്യാനിയാണ്, അതിൽപ്പെട്ട പ്രധാന സഭയാണ്, ശക്തരാണ്, ആയിരുന്നു. പക്ഷെ ഇപ്പോൾ അവർ പറയുന്നില്ല. അതിൽ നിന്ന് അവർ അശക്തരായി പോയെന്ന് ചിന്തിച്ചാൽ കുറ്റം പറയാൻ പറ്റുമോ? അപ്പോൾ വൈരാഗ്യം തോന്നരുത്, പടക്കം തോന്നരുത്. സഭയോട് വീണ്ടും വളരെ റിക്വസ്റ്റ് ആണ്, എന്തെങ്കിലും കഴിവ് നിങ്ങൾക്ക് ഭൗതികമായിട്ടുണ്ടെങ്കിൽ, ആത്മീയ കഴിവ് ഞാൻ പറയുന്നില്ല, അതൊക്കെ തട്ടിപ്പാണ്. ഭൗതികമായിട്ട് എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ സഭാ നേതൃത്വമേ, ക്രിസ്ത്യൻ സമുദായമേ, നിങ്ങൾ ഇതിലൊന്ന് ഇടപെടാൻ ശ്രമിക്കും. അതാണ് കാര്യം. വല്ലതും നടക്കുന്നുണ്ടോ? അതേസമയത്ത് മതപ്രചരണത്തിന് വേണ്ടി അവർ വളരെ ശക്തമായിട്ട് ചെയ്യുന്നുണ്ട്. ഒരു മുരുകൻ യേശുവാണെന്ന് പറഞ്ഞിട്ട് പുസ്തകം ഇറക്കി തമിഴ്നാട്ടിൽ എന്തോ പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട്. അങ്ങനെ കാര്യത്തിലൊക്കെ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. മുരുകൻ യേശു ആയാലും യേശു മുരുകനായാലും അതൊന്നും അല്ല ഇപ്പം ജനത്തിൻ്റെ ആവശ്യം. ജനത്തിൻ്റെ ആവശ്യം അവർ ഈ ഭൗതിക ലോകത്ത് എങ്ങനെ സമാധാനമായിട്ട് ജീവിക്കാം, എങ്ങനെ വിശപ്പെടുക്കാൻ ഭക്ഷണം കഴിക്കാം, എങ്ങനെ തൊഴിൽ സമ്പാദിക്കാം, എങ്ങനെ വസ്ത്രം എടുക്കാം, എങ്ങനെ വീടിൽ താമസിക്കാൻ പറ്റും, ഇതൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്. അതൊരു ബൈബിൾ പറഞ്ഞില്ലേ, വിശക്കുന്നതിന് മുൻപിൽ ദൈവം പോലും 50 രൂപയുടെ വരുമെന്ന് പറഞ്ഞൊക്കെ എത്ര ശക്തമായ ഭാഷയാണത്.
എത്ര വലിയ ഫിലോസഫിയാണ്. അങ്ങനെയുള്ള ഫിലോസഫികളെടുത്ത് ജനങ്ങൾക്ക് ജീവിക്കാൻ വഴി കണ്ടായി കൊടുക്കുമോ, അല്ലെങ്കിൽ മുരുകൻ യേശു ആണെന്ന് പറഞ്ഞ് സമർത്ഥിക്കാൻ നോക്കൂ. നിങ്ങൾ എത്ര കൊല്ലായി ക്രിസ്തു ഇത് പ്രചരണം തുടങ്ങിയിട്ട് ഇന്ത്യയിൽ? എന്നിട്ട് എന്തിട്ടായി? ഇപ്പം ജനസംഖ്യ കൂടുന്നില്ല, കുറഞ്ഞു പോകണം. അപ്പോൾ ചില പറഞ്ഞിട്ട് മതം മാറിയിട്ടുണ്ട്, പക്ഷെ ആരും ഹിന്ദുനാമം മാറിയിട്ടില്ല, ഒക്കെ ഹിന്ദുനാമം തന്നെ. അതാണ് കണക്കിൽ കാണാത്തത്. അതിൽ ഒരു പരിധിവരെ സത്യമുണ്ട്, ഒരു പരിധിവരെ. എന്നാലും വ്യത്യാസം വരണ്ടേ? അപ്പോൾ കത്തോലിക്ക സഭയോട് പ്രത്യേകം പറയാണ്, പിണക്കായി കണക്കാക്കരുത്, ജാതീയതയെ കണക്കാക്കരുത്, വർഗീയമായി കണക്കാക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ ഈ മുല്ലപ്പെരിയാർ ഇഷ്യൂവിൽ ഈ 2 കേന്ദ്ര സംസ്ഥാന മന്ത്രിസഭയെ കൊണ്ട് എന്തെങ്കിലും കാര്യം ചെയ്യിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ. നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.